ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു വൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്. പേടിക്കേണ്ട, ആപ്പിൾ വൈനല്ല, ബ്ലൂബെറി വൈനാണ്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഒന്ന് ഹൈക്കിങ്ങിന് പോയിരുന്നു. അപ്പോൾ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ബ്ലൂബെറീസ് കണ്ടു. ഇവിടെ ഭയങ്കര കോമൺ ആണ് കാട്ടിലൊക്കെ ബ്ലൂബെറീസ് ഉള്ളത്. അത് കളക്ട് ചെയ്യാനുള്ള ഒരു ടൂളൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കൈകൊണ്ടാണ് പിക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചാണ് വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. റിൻഡോ ആണ് വൈൻ ഉണ്ടാക്കുന്നത്. റിൻഡോയ്ക്ക് വൈൻ ഉണ്ടാക്കിയൊക്കെ നല്ല ശീലമുണ്ടെന്നാണ്, നാട്ടിൽ നല്ല ശീലമുണ്ടെന്നാണ് റിൻഡോ എന്നോട് തള്ളിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചേഞ്ചിന് വേണ്ടി പുറത്തിരുന്ന് ഈ വൈൻ പ്രിപ്പയർ ചെയ്യാമെന്ന് ഓർത്തു. ഇത് ഞങ്ങൾ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലമാണ്. ബ്ലൂബെറി, ഓക്കെ പഞ്ചസാര, ഓക്കെ, ഇത് ഈസ്റ്റ് കലക്കി വെച്ചിരിക്കുന്നു. ചൂടുവെള്ളത്തിലല്ല, തിളപ്പിച്ച് ആറ്റിയ വെള്ളത്തില്. ഓക്കെ. യൂഷ്വലി ഞാൻ ചെയ്യുമ്പോൾ ഗോതമ്പാണ് ഇടാറുള്ളത്. പക്ഷെ ഇവിടെ ഗോതമ്പ് കിട്ടിയില്ല. അപ്പോൾ ഇതിങ്ങനെ ഇട്ടാൽ ശരിയാവുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും വൈൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാലോ. പിന്നെ ഇത് സ്പൈസസ് 2-3 ഞാൻ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഇടാറില്ല. ഇടാനായിട്ട് ഇതിൻ്റെ അകത്താണ് വൈൻ ഇടുന്നത്. വേറെ ബോട്ടിലൊന്നും ഇല്ല ഇവിടെ. വെള്ളമെല്ലാം വറ്റിച്ചാണ്, എന്നാലും അടി വെള്ളം കിടപ്പുണ്ട്. ഞാൻ ഇപ്പോഴാണ് കണ്ട്. അറിയില്ല, ചെയ്തു നോക്കാം. ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളം. ഓക്കെ, ചൂട് പോയ വെള്ളം തിളപ്പിച്ച്. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് ബ്ലൂബെറീസ്, ഷുഗർ, സ്പൈസസ്, പിന്നെ എന്താ, വെള്ളം, ഈസ്റ്റ്. റിൻഡോ വൈൻ ഉണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നമ്മളെടുക്കുന്ന ബോട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ബ്ലൂബെറീസ് തുടച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഈസ്റ്റ് ഇട്ട് റിൻഡോ ആദ്യമായിട്ടാണ് വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ ഗോതമ്പ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് നോക്കാം ഈസ്റ്റ് ഇട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന്. ആദ്യം ബ്ലൂബെറി തന്നെ ഇടാം. അതിപ്പോൾ എങ്ങനെ ഇടുമെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ എടുക്കണം. അതെല്ലാം ബോട്ടിലേക്ക് ഇടണോ? നമ്മൾ കാണുന്നത് ഈ ബ്ലൂബെറീസ് ഈ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നതാണ് കാണുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞ. ഇനിയിപ്പോൾ നമുക്ക് ഷുഗർ ആഡ് ചെയ്യണം. നോർമലി എല്ലാവരും ബ്ലൂബെറിയുടെ അത്ര തന്നെ ഷുഗർ ആഡ് ചെയ്യും. പക്ഷെ ഞാൻ അത്ര ആഡ് ചെയ്യുന്നില്ല. ഒരു ബ്ലൂബെറിയുടെ പകുതിക്ക് മേലെ അത്രയും ഷുഗർ ആഡ് ചെയ്യുന്നു. പിന്നെ ഓൾറെഡി ബ്ലൂബെറിക്ക് പുളിയുണ്ട്. നോക്കാം ഏതൊക്കെയായാലും ഇത്ര ഷുഗർ ആഡ് ചെയ്താൽ മതി. സ്പൈസസ് ചുമ്മാ ഞാനിപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നാൽ, എനിക്കറിയില്ല എത്ര വേണമെന്നൊന്നും. ഇങ്ങോട്ട് നോക്കൂ ചേട്ടാ. അത് ഞാൻ ഇട്ടു. പക്ഷെ എനിക്ക് ഷുഗർ ഇത്ര ആവശ്യം വരുമായിരിക്കും. ഫുള്ളോ? ഇച്ചിരി ഇട്ടോണം. മധുരം കൂടുമൊന്നുമില്ല. നല്ല പുളിയായിരിക്കും. അത് മതി. ഇത് ഞാനിത് ഇളക്കാനായിട്ട് എടുത്തിട്ട് വന്നൊരു സാധനമാണ്. ഇത് വുഡിന്റെ സാധനം വെച്ച് ഇളക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നതല്ല, അങ്ങനെയാണ്. അപ്പം ഞാനിത് ഇങ്ങനെ ഇളക്കി കുറച്ച് ബാക്കിയുള്ള ഇളക്ക് വരുന്നുള്ളൂ. ഇപ്പം പഞ്ചസാരയിൽ സീനൊന്നുമില്ല. ഞാൻ ഇതും കൂടി ഇട്ടു. ഈസ്റ്റ് ഒഴിക്കുന്നു. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് മേളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം. ഇത് തിളപ്പിച്ച ആറിയ വെള്ളമാണ്.
അല്ല വെള്ളം ഇത് മതിയോ നോക്കിയതാ. ഇത്ര വെള്ളം മതിയോ? കറക്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്നാൽ മതി. ഓ, ഞാൻ ഓർത്തു ഇത് ഫുള്ള് വെള്ളം ഒഴിക്കണമായിരിക്കുന്നു. അതാരണം ഒന്നും കിട്ടാനുണ്ടാവില്ല ഇതിൻ്റെ അകത്തുനിന്ന്, കാരണം ഇത്തിരിയല്ലേ ഉണ്ടാകണമല്ലോ. ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. 21 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് ബ്ലൂബെറി ഇറക്കി കൊണ്ടുവരാം, എനിക്കതറിയണം. ബ്ലൂബെറി അല്ലെങ്കിൽ വേറെ ബെറി വെച്ചിട്ടുണ്ടാകും. കുറച്ചുകൂടി ഒഴിക്കാം വെള്ളം. നമ്മൾ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ഈ ബ്ലൂബെറി വെച്ചിട്ട് വൈൻ മാത്രമല്ല കേട്ടോ, ഒരു കേക്ക് കൂടി ബേക്ക് ചെയ്തിരുന്നു. ബ്ലൂബെറി വൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ഇത് നിറച്ചുകൂടെ ആയിരുന്നെങ്കിൽ കാണാൻ രസമുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബ്ലൂബെറി കഴുകി തുടച്ചെടുത്തതാണ്, അത് ഇട്ടു. അതിനുശേഷം ഷുഗർ ഇട്ടു, പിന്നെ സ്പൈസസ് ഇട്ടു. ഇത് ഈസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഗോതമ്പാണ് ഇടുന്നത്, ഗോതമ്പ് കിട്ടാത്തതുകൊണ്ട് ഈസ്റ്റ് കലക്കി ഇട്ടു. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു, ദെൻ മിക്സ് ചെയ്തു. അതിപ്പോൾ നമ്മളൊരു വുഡൻ ഇതിൻ്റെ പേരെന്തോ ഒരു സ്റ്റിക്ക് വെച്ചാണ് നമ്മൾ ഇത് ഇളക്കിയത്. എന്താണെന്ന് വെച്ചാൽ ഇത് 21 ദിവസം ഇനി ഇളക്കാനുണ്ട്. അപ്പോൾ 21 ദിവസം സെയിം അത് വെച്ച് തന്നെ ഇളക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു കോർക്ക് വെച്ച് കവർ ചെയ്തു. ഇനി 21 ദിവസം എവിടെയെങ്കിലും കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കണം. അതായത് അധികം വെളിച്ചമൊന്നും അടിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കണം. 21 ദിവസം കഴിയുമ്പം സെറ്റ് ആകുമായിരിക്കും. ഡെയിലി ഇളക്കി കൊടുക്കണം, ഏതെങ്കിലും ഒരു നേരം ഇളക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. സെറ്റ് ആവേണ്ടതാണ്. അപ്പോൾ ബ്ലൂബെറി വൈൻ എങ്ങനെ ഉണ്ടാക്കണേ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാം. അല്ല റിൻഡോ, എങ്ങനെയായിരിക്കുന്നത്? അടിപൊളി. റിൻഡോ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് എന്തായാലും ഷുവർ ആയിരിക്കും അടിപൊളിയായിരിക്കുന്നു. അപ്പം നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. ബൈ. അപ്പോൾ ഫൈനലി 21 ഡേയ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ 21 ഡേയ്സിൽ എല്ലാ ദിവസവും നമ്മൾ ഇത് ഇളക്കുമായിരുന്നു. അപ്പോൾ റിൻ്റെ ആയിരുന്നു ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞങ്ങളിത് ഇളക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ മണമൊക്കെ വരുമായിരുന്നു. ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൈൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമായിരുന്നു. വൈനൊന്ന് കാണിച്ചറിണ്ടോ? ഇത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളൊരു ക്ലോത്ത് വെച്ച് ഇത് അരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വൃത്തിയുള്ള ഒരു ക്ലോത്ത് എടുത്ത് ഞങ്ങൾ ഇങ്ങനെ വെച്ചേക്കാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വാങ്ങിയൊരു ക്ലോത്താണിത്. ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. എല്ലാ ദിവസവും ഓപ്പൺ ആക്കുന്നത് കൊണ്ട് ഗ്യാസ് അത്രക്കില്ല. സ്മെല്ലുണ്ടോ റിൻഡോ? ഇത് ഗ്രേപ്പ് വൈൻ്റെ അതേ സ്മെല്ല് തന്നെ. ഓക്കെ, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ആപ്പിൾ വൈൻ ഉണ്ടാക്കുന്നുണ്ട്. ആപ്പിളാണല്ലോ നമ്മുടെ മെയിൻ.
എനിക്കറിയില്ല എന്നാലും വിനയം, വെറും വിനയം. ഞങ്ങൾ ഗോതമ്പിടാതെ ഈസ്റ്റ് ഇട്ടുണ്ടാക്കിയ വൈനാണിത്. ഇതിൻ്റെ ബാക്കി വേസ്റ്റ് ആയിട്ടുള്ള ബ്ലൂബെറീസ് നമ്മളങ്ങനെ ഇടും. വീണ്ടും വയ്ക്കും, വീണ്ടും ഒഴിക്കും. ബ്ലൂ കളർ അല്ലല്ലേ, വയലറ്റ് കളർ തന്നെയാണ് വരുന്നത്. ഗ്രേപ്പിൻ്റെ അതേ കളർ തന്നെയാണ് വരുന്നത്. ബ്ലൂബെറീസ് ഫുള്ള് നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞു. ഇനി ബാക്കി ഇത്രയാണ് ഉള്ളത്. നമ്മൾ ഫുള്ള് അതിൽ നിന്ന് പിഴിഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് കിട്ടിയത്. ഇത് നമ്മൾ കുപ്പിയിലോട്ട് ആക്കുമ്പോൾ കറക്റ്റ് അളവ് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ജാറാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അതിനകത്തേക്കാണ് ഇത് ഒഴിക്കുന്നത്. എനിക്ക് ഏകദേശം 300 ml ഈ വൈൻ കിട്ടിയേക്കുന്നത്. ഞങ്ങൾ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ, അളവൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ എറിൻ്റെ വൈൻ ഫ്രണ്ട്സ് ട്രൈ ചെയ്യാണ്. ബ്ലൂബെറി. അതെ അതെ, ഫ്രണ്ട്സിന്റെ അത്ര സപ്പോർട്ട് എനിക്ക് ആരും തന്നിട്ടില്ല. ആണല്ലേ? ഇത് 30 ദിവസത്തിൽ കൂടുതലായുണ്ട് ഇപ്പോ. കറക്കി സ്മെല്ല്. പറ ഫ്രണ്ട്സേ. വൈൻ കുടിക്കുന്ന രീതി എങ്ങനെയാണോ? നമ്മൾ വൈൻ കുടിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, കൈ ഇങ്ങനെ പിടിക്കണം. കൈയുടെ ടെമ്പറേച്ചർ വൈനെ പിടിക്കണം. വൈന് പിടിക്കാൻ പാടില്ല ഇവിടെ. ഇവിടെ ഇല്ല, കൈ ടെമ്പറേച്ചർ വരാൻ പാടില്ല. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ളത്. പിന്നെ സ്മെല്ല് ചെയ്യണം. അതിനാണ് വലിയ റൗണ്ട് വരുന്ന വൈൻ ഗ്ലാസ്സിന്. പക്ഷെ ഇത് കുഞ്ഞാണല്ലോ. എങ്ങനെയുണ്ട് പ്രിൻസ്? അറിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വൈൻ. എല്ലാവരും വൈൻ ടേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ മാത്രമാണ് വൈൻ ടേസ്റ്റ് ചെയ്യാത്തേ ഉള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും നാട്ടില് മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന വൈൻ പോലെ. നന്നായിട്ട് ഫെർമന്റഡ് ആയിട്ടുണ്ട്. എനിക്ക് ഫുൾ കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ബെറീസ് വെച്ചിട്ടാണെങ്കിൽ എന്ത് ഫ്രൂട്ട്സ് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് വൈൻ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് റിൻഡോ പറഞ്ഞത്. പിന്നെ എന്നോട് ഈ വൈനിന്റെ അപ്ഡേറ്റ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചത് സായങ്കയാണ്. സായങ്കയ്ക്കും പിന്നെ സ്വാലിഹ എന്ന് പറഞ്ഞ കുട്ടിക്കും എൻ്റെ ചിയേഴ്സ്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.